വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി ഇൻ മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കാൻ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അത് ന്യൂ ഇയർ വരവേൽക്കാനായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ചെറിയൊരു പുൽക്കൂടൊക്കെ ഒരുക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. നമ്മുടെ കരോളിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പുൽക്കൂട് സെറ്റാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളുടെ എക്സാം ഒക്കെ ഇപ്പം തീർന്നു. അപ്പം ഇച്ചിരി ലേറ്റായി ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീസും കാര്യങ്ങളും ഒക്കെ ഒരുക്കാൻ. കാരണം എക്സാമിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പറ്റത്തില്ലല്ലോ, അവരുടെ കൂടെ തന്നെ ഇരിക്കണം. അപ്പൊ ഞാൻ അതൊക്കെ കഴിഞ്ഞപ്പോൾ നാളെ നമ്മുടെ കരോളുകാര് എത്തും. അപ്പം തലേന്ന് ഞാൻ എൻ്റെ ക്രിസ്മസിന് വേണ്ടുന്ന ട്രീസും കാര്യങ്ങളും ഒക്കെ ഒരുക്കി. പിന്നെ ഇതിപ്പം പിറ്റേ ദിവസം രാവിലെയാണ്. ഇന്നാണ് നമ്മുടെ ക്രിസ്മസ് കരോളുകാര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. ഡോർ ടു ഡോർ ക്രിസ്മസ്. അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുകയാണ്. കാരണം വിൻഡോയിലൊക്കെ നല്ല പൊടി കാണും. കാരണം നമ്മൾ ഈ റോഡ് സൈഡിലായതുകൊണ്ട് എപ്പോഴും പൊടിയും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യുവാണ്. അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ട് എൻ്റെ ക്രിസ്മസ് ട്രീസും പുൽക്കോടിന്റെയും ലൈറ്റും കാര്യങ്ങളും. ലൈറ്റൊക്കെ ഞങ്ങളുടെ സ്റ്റാഫൊക്കെ വന്നാണ്, സ്റ്റാഫിൽ ഒരാൾ വന്നാണ് ഇട്ട് വന്നത്. കാരണം പുറത്തൊക്കെ ഇടണമെങ്കിൽ ഇച്ചിരി പരിപാടിയാണ്. അപ്പം ലൈറ്റ് സ്റ്റാറും ഒക്കെ ഒരാൾ വന്ന് എനിക്ക് ഇട്ട് തരുമായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ക്രിസ്മസ് ട്രീയും. പിന്നെ ചെറിയ മഞ്ഞൊക്കെ സ്നോ ആയിട്ട് കാണിക്കാനായിട്ട് ചെറിയ കോട്ടൺ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ പുറത്തും ട്രീയുടെ ഒക്കെ പുറത്തും താഴെയായിട്ട്. പിന്നെ അതിന്റെ കൂടെ നമ്മുടെ കുറെ ഈ എന്താ പറയുക, അതിന് സ്നോ ബിയർ അല്ലേ, സ്നോ ബിയർ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ആണെന്ന് തോന്നുന്നു. അപ്പം സ്നോ ബിയർ എന്ന് വിശ്വസിക്കുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ട്രീയുടെ. പിന്നെ കാണാൻ പോകുന്നത് നമ്മുടെ അന്നൂസിന്റെ ബാപ്റ്റിസത്തിന്റെ കൊട്ടയാണ്. ആ കൊട്ട ഒന്ന് അറേഞ്ച് ചെയ്ത് എനിക്ക് അന്ന് അന്നൂസിന്റെ കൊട്ട, ഈ ബാപ്റ്റിസത്തിന്റെ കൊട്ട അറേഞ്ച് ചെയ്ത് തന്നത് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. എനിക്ക് ഞങ്ങളുടെ അച്ഛന്റെ പെങ്ങടെ മോളാണ്, അൻസു ആണ് നല്ല രീതിയിൽ ഒരുക്കി തന്നത്. അതിന്റെ കൂടെ നമ്മുടെ മാലാഖയും ആട്ടിടിയന്മാരും വിദ്വാൻമാരും അതിന്റെ കൂടെ പശുക്കളും ആടുകളും ഒക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയ ഒരു അറേഞ്ച്മെന്റ് ആണ് ഞാൻ പുൽക്കൂടിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ചെറിയ മഞ്ഞുകളൊക്കെ ആയിട്ട് പുറത്തൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയണേ എങ്ങനെയുണ്ട് എന്റെ പുൽക്കൂടെന്ന്. പിന്നെ നമ്മുടെ ലൈറ്റും കാര്യങ്ങളും, ഇത് നമ്മൾ അകത്തിട്ടിരിക്കുന്ന ഈ സ്റ്റാർസിന്റെ ലൈറ്റാണ്. അകത്തിങ്ങനെ നല്ല, ഞാൻ ഈ ലൈറ്റ് നിർത്താഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്, ഈ മിന്നെന്ന് നമുക്കറിയാൻ പറ്റാത്തത്. ഞാൻ പിന്നെ ഓർത്ത് ലൈറ്റ് നിർത്തിച്ച് കാണിക്കണമായിരുന്നു, ഒന്ന് മറന്നുപോയി ആ കാര്യം. പിന്നെ ഈ പുറത്താണെങ്കിൽ നമ്മൾ ചെറിയൊരു റൗണ്ട് ലൈറ്റ് ആണ് ഇട്ടേക്കുന്നത്, ഒറ്റയായിട്ടുള്ളത്. അതും ഇങ്ങനെ മിന്നുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മിന്നും ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ അവിടെ ഒരു സ്റ്റാറും ഒക്കെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടും എന്നുള്ളത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പൊ നമ്മുടെ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ, അറേഞ്ച്മെന്റ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അതായത് നമ്മുടെ ഏരിയ ആണ് ഇന്ന് ഡോർ ടു ഡോർ കരോൾ സർവീസ്. അപ്പം മോനും എൻ്റെ സ്കൂട്ടർ എടുത്തോണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അച്ഛയും അന്നും കിച്ചും കൂടെ ബുള്ളറ്റുകളാണ്. അപ്പൊ മോനും ഇപ്പം ചെറുതായിട്ട് സ്കൂട്ടറൊക്കെ ഓടിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ പുറത്തോട്ടൊക്കെ കൊടുത്തു വിടത്തില്ല. അപ്പൊ ഇത് നമ്മുടെ വീടാണ്. അപ്പം കണ്ടുകയറിക്കാൻ നമ്മുടെ കരോൾ.
കോട്ടിൽ വാഴുന്ന അധിപതി